മഷ്റൂം കൊണ്ട് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു അടിപൊളി കറി ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുക. ഒരു പിടി ആണ് ഞാൻ ഇട്ടത് കേട്ടോ. പിന്നെ ഒന്നര ടീസ്പൂൺ നിറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ചെറിയ ജീരകം പൊടിച്ചതും, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരില്ലേ, അതിങ്ങനെ 2 സ്പൂണാണ് ഞാൻ ഇടുന്നത്. സ്പൂണ് നിറച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും വേണ്ട, അതിൻ്റെ പകുതി ഇട്ടാൽ മതിയാവും. ഇനി രണ്ട് വെളുത്തുള്ളി അല്ലിയും ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കൂടെ ഇടാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. തൈരുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മഷ്റൂം നന്നായി കഴുകി ഒന്ന് മാറ്റി വെക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റ് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് സമയം ഒന്ന് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചത്, നെയ്യ് വേണമെങ്കിൽ ഒഴിക്കുക. അതിലൊരു കഷ്ണം പട്ട, ബേ ലീഫ്, 2 ഏലക്ക, 4 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഇങ്ങനെ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് അതും ഇട്ട് വഴറ്റുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ മഷ്റൂമിൽ ഉപ്പിട്ടിട്ടില്ല, ഈ കറിയിൽ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ, ഉള്ളിയിൽ. ഇനി ഉള്ളി നന്നായി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് വെച്ച മഷ്റൂമും ആ മസാല എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് ഇളക്കുക. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആണല്ലോ. അപ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ മസാല ഒട്ടും വേസ്റ്റായി പോകില്ല കേട്ടോ. ഇനി ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ഇത് മഷ്റൂം ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്ന് നോക്കിയിട്ട്, കറക്റ്റാണോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കറി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട, നാണ്, ബ്രെഡ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നന്നായി പോകുന്ന ഒരു കറിയാണ്. നല്ല വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, എന്തായാലും ഇഷ്ടപ്പെടും.